ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ സംഘങ്ങളുമായി ബ്രിട്ടനിലെ ഹിന്ദു തീവ്രവാദികൾ കൈകോർക്കുന്നതായി UK-യിലെ പ്രമുഖ ന്യൂസ് പേപ്പറായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും RSSനോടും കൂറുപുലർത്തുന്ന തീവ്ര ഹിന്ദു സംഘടനകൾ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ചെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ റിപ്പോർട്ടിന് അടിസ്ഥാനമായി ഇവർ എടുത്തു കാണിക്കുന്നത് UK-യിലെ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവരുടെ റിപ്പോർട്ട്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ NPCC എന്നറിയപ്പെടുന്ന രഹസ്യ ഏജൻസിയാണ്. ഈ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് ഹിന്ദുത്വ എന്നറിയപ്പെടുന്ന ഹിന്ദു തീവ്രവാദം ഹിന്ദുക്കളും മുസ്ലിം, സിഖ് തുടങ്ങിയ വിഭാഗങ്ങളുമായുള്ള ബന്ധം വഷളാക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് പ്രകാരം 2022 ലെസ്റ്ററിൽ നടന്ന ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ സിറ്റിയിൽ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ലെസ്റ്റർ സിറ്റിയിൽ 2022 നടന്ന ഹിന്ദു മുസ്ലിം ലഹളയിൽ തീവ്ര ഹിന്ദുത്വം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. UK-യിലെ ഒരു സർക്കാർ റിപ്പോർട്ടിൽ ഇതാദ്യമായാണ് ഹിന്ദുത്വത്തിനെതിരെ ആശങ്ക പ്രകടമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദു സർവാധിപത്യം കൊണ്ടുവന്ന് ഹിന്ദുമതത്തിലൂന്നിയ ഒരു ഏകശില രൂപമായ രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വം ഹിന്ദുമതത്തിൽ നിന്നും വിഭിന്നമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ബ്രിട്ടനിൽ ഒരു യാഥാർത്ഥ്യമാണെന്നും തെറ്റായ വിവരങ്ങളുടെ പ്രചരണം എപ്രകാരമാണ് കനത്ത സംഘർഷം സൃഷ്ടിക്കുക എന്നത് ലെസ്റ്ററിലെ സംഭവ വികാസങ്ങളിൽ നിന്നും വ്യക്തമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷക്കാരനായ ടോമി റോബിൻസൺ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ യാക്സി ലെനൻ ഇതിനോടകം തന്നെ ഇസ്ലാം വിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില തീവ്ര ഹിന്ദു സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റോബിൻസന്റെ സാന്നിധ്യം ഇന്ത്യൻ മാധ്യമങ്ങളും ബ്രിട്ടീഷ് ഹിന്ദുക്കളിലെ ഒരു ന്യൂനപക്ഷവും സ്വാഗതം ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം അതിതീവ്ര ഹിന്ദു തീവ്രവാദികൾ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടേക്കാമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. 2019 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെടുന്ന സന്ദേശം പ്രധാനമായും ഹിന്ദുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ജെർമി കോർബിനെ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. കാശ്മീരികൾക്ക് വേണ്ടിയും പഞ്ചാബികൾക്ക് വേണ്ടിയും വാദിച്ചിരുന്ന ജെർമി കോർബിനെ ഒരു പാകിസ്ഥാൻ പക്ഷപാതിയായിട്ടാണ് ഇവിടെയുള്ള ഹിന്ദു തീവ്രവാദികൾ കണക്കാക്കിയിരുന്നതും. അതുകൊണ്ടാണ് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്ന് വാട്സാപ്പ് സന്ദേശങ്ങൾ ഇവർ പ്രചരിപ്പിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ UK-യിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഓവർസീസ് ബ്രാഞ്ച് ഓഫ് BJP എന്ന സംഘടനയുടെ UK വിഭാഗം 48ഓളം സീറ്റുകളിൽ കൺസർവേറ്റീവ് പാർട്ടിക്കായി പ്രചരണം നടത്തിയിരുന്നു എന്നും ഈ റിപ്പോർട്ട് ആരോപിക്കുന്നു. അതേസമയം റിപ്പോർട്ടിൽ പറയുന്നത് UK-യിൽ സ്ഥിരതാമസമാക്കിയ ഭൂരിപക്ഷം ഹിന്ദുക്കളും ബ്രിട്ടീഷ് വലതുപക്ഷ തീവ്രവാദികളുമായി കൈകോർക്കുന്നവരെ എതിർക്കുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും UK-യിൽ വളർന്നു വരുന്ന തീവ്ര ഹിന്ദു വാദത്തെ മുളയിലെ നുള്ളുവാൻ തന്നെയാണ് UK-യിലെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ. നന്ദി, താങ്ക് യു, നമസ്കാരം.